ഒലക്കര മൂട്. ഈ കേരളത്തിലെ ലോകത്തിലെ മുഴുവൻ മലയാളികളും ആവേശഭരിതമായ റിസൾട്ട് 5 വളരെ പ്രധാനമാണ്. റഷീദ് തളിപ്പറമ്പിന്റെ കണക്കുകളിൽ ഞെട്ടിച്ച റഷീദിന് തളിപ്പറമ്പിൽ നിന്ന് മാറേണ്ടി വന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. പക്ഷേ ഭരണം ഏറ്റെടുത്തു. കളി വേണ്ട ആൻസി, തോൽവി അംഗീകരിക്കുക. തോൽവി അംഗീകരിക്കുക. 10 വർഷം നിങ്ങൾ ഇരുന്നതിന്റെ ഗുണമാണ് ഇപ്പൊ കാണുന്നത്. കണ്ടോ അവിടെ കൊടി ഉയരുന്ന കണ്ടോ? തുള്ളുന്നുണ്ടല്ലോ. തുള്ളാൻ മാത്രമൊന്നുമില്ല. ഏതാ തുള്ളിയാ? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ധർമ്മടത്തെ അവസ്ഥ എന്തായി? ഞങ്ങളുടെ മുഖ്യമന്ത്രി 5 റൗണ്ട് എണ്ണിയപ്പോഴും പിന്നിലായിരുന്നില്ലേ? ഈ തുള്ളലുണ്ടല്ലോ, ഇത് അത് ആവേശം, അത് അവരുടെ ആവേശം. ഒരു വർഷത്തിനുള്ളിൽ ഈ മന്ത്രിസഭ ഞങ്ങൾ താഴെ ഇറക്കിയിരിക്കും. ആരോപണം വെച്ച് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു. കുറെ അഴിമതി ആരോപണങ്ങൾ അവരുടെ ഡെസ്കിലും എത്തും. വലിയ കേക്ക് വാങ്ങിച്ച് തുള്ളുന്നുണ്ടല്ലോ. അവര് തുള്ളും. ആ തുള്ളിന്റെ അവരുടെ ആഘോഷം. AKG സെന്ററിലെ അവസ്ഥ എന്താ? AKG സെന്ററിൽ കുഴപ്പമൊന്നുമില്ല. മൂകമായി കിടക്കുകയാണെന്ന് കേൾക്കുന്നു. അവിടെ ആരുടെയോ മറ്റേ 16 അടി യന്ത്രത്തിന്റെ പന്തൽ ഒരുങ്ങിയെന്ന് കേട്ടായിരുന്നു. ഞങ്ങൾ 10 വർഷം ഭരിച്ചിട്ടേ ഇപ്പൊ അവര് ഞങ്ങളുടെ ഭരിച്ചതിന് പുകളിൽ കയറി അവരിയ്ക്കുന്നത് മറക്കണ്ട. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ധർമ്മടത്ത് വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നല്ലോ നിങ്ങളുടെ പിണറായി. ഞങ്ങൾക്ക് വിഷമൊന്നുമില്ല ഇത് കണ്ടിട്ട്. കരയേണ്ട പോട്ടെ. ഈ സന്തോഷം എത്ര ദിവസം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് അറിയണം. അവരവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചോളും, കുഴപ്പമില്ല. എന്റെ ചോദ്യം അതല്ല. LDF അല്ലാതെ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് ജനങ്ങൾ പറഞ്ഞു അവിടെ UDF ഉണ്ടെന്ന്. കേട്ടോ? LDF അല്ലാതെ ആരുണ്ട് എന്നുള്ള ഇവരുടെ ടാഗ് ലൈൻ പൊളിച്ചിട്ട് കേരളം പറഞ്ഞു ഇവിടെ UDF ഉണ്ടെന്ന്. ഞങ്ങൾക്ക് വിഷമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കരയണ്ട. അവിടെ നീല ലഡു കിട്ടും, മേടിക്കുന്നോ? നീല ലഡു വേണ്ട, ഞങ്ങൾക്ക് ചുവന്ന ലഡു മതി. ചുവന്ന ലഡു AKG സെന്ററിൽ മേടിച്ചത് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഭരണവിരുദ്ധ വികാരം ഇല്ല. എന്നിട്ടാണോ 40 സീറ്റിൽ കിടന്ന് മുക്കറിയിട്ടുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയായിരുന്നു? VD സതീശൻ വനവാസത്തിന് പോകും, KC വേണുഗോപാൽ കേന്ദ്രത്തിൽ തന്നെ തുടരും, RCക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, 8 നിലയിൽ പൊട്ടും, എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, VD സതീശൻ പിന്നിപ്പോയി കേട്ടോ. പിന്നിപ്പോയി. എന്തിനു ധർമ്മടത്ത് 5 റൗണ്ട് എണ്ണിയപ്പോൾ പിണറായിയും പിന്നിലായിരുന്നു. എന്തായെന്ന് അറിയത്തില്ല. പക്ഷെ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന VD സതീശൻ പിന്നിപ്പോയിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, അവർ കയറി വന്നോളും. മുഖ്യമന്ത്രി കസേര VD ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ. ഞങ്ങളുടെ പിണറായി പിന്നിപ്പോയെങ്കിൽ അവരുടെ VD സതീശനും പിന്നിപ്പോയിട്ടുണ്ട്. ഇതുവരെ തിരിച്ചു കയറിയില്ല. 5 റൗണ്ട് എണ്ണിയപ്പോഴും പിന്നിലായിരുന്നു. നോക്കൂ, ഇനി മണ്ഡലങ്ങളുണ്ട് എണ്ണാൻ വേണ്ടി. മണ്ഡലമല്ല, സ്ഥലങ്ങളുണ്ട് എണ്ണാൻ വേണ്ടി. സ്ഥലങ്ങളാണ് പിണറായി ജയിക്കും. നിങ്ങൾ അത് നമ്മൾ സമ്മതിച്ച് കഷ്ടിച്ച് ജയിക്കുമായിരിക്കും. പക്ഷെ എന്തായിരുന്നു? ക്യാപ്റ്റൻ, കപ്പിത്താൻ, കാരണഭൂതം, പിന്നെന്തോന്നായിരുന്നു? കുമ്മിയടി, വാഴ്ത്തുപാട്ട്, ഇന്ദ്രനാണ്, ചന്ദ്രനാണ്, എന്തൊക്കെയായിരുന്നു? UDF അങ്ങ് ഭയങ്കരമായിട്ട് ഭരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വെല്ലുവിളിയുണ്ട്. ഞങ്ങൾ തുടങ്ങി വെച്ച സമ്മതിച്ചു. വെല്ലുവിളി ഭയങ്കരമായിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ പൂച്ച പറ്റി കിടക്കുന്ന ഒരു ഖജനാവ്, പൈസ അതിനകത്തിലില്ല. പിന്നെ അവർ കഷ്ടപ്പെടും, നന്നായി കഷ്ടപ്പെടും ഭരിക്കാൻ. അതെ എന്റെ മാനവരെ, ഞങ്ങള് 10 വർഷം ഭരിച്ചു ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റുമോ? 10 വർഷത്തെ വികസനം നിങ്ങൾ പറയുന്നല്ലോ, നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്ത പൈസയാണോ? അല്ല. പക്ഷേ ഖജനാവ് ജനങ്ങളുടേതാണ്, അവിടുത്തെ കാശ് ജനങ്ങളുടേതാണ്. പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്തോ? പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തോ? പൈസ ഖജനാവിൽ കിടന്നാൽ പോലെ അതൊരു ആർജവമുള്ള സർക്കാർ വേണം അത് നടപ്പിലാക്കാൻ. അതായിരുന്നു ഞങ്ങള്. ഇവരുടെ ടാഗ് ലൈൻ ഭയങ്കര കോമഡി ആയിരുന്നേ. അതായത്
10 വർഷം മുമ്പ് ഇവിടെ സൂര്യൻ ഇല്ലായിരുന്നു. പിണറായി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇവിടെ സൂര്യൻ ഉണ്ടായത്. വലിയ ടാഗ് ലൈൻ ആയിരുന്നു. എന്താണെന്നറിയാവോ, 10 വർഷം മുൻപ് ഇവിടെ ഇരുണ്ട കാലഘട്ടം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 10 വർഷം മുൻപ് നിങ്ങളുടെ ഇടതും ഇവിടെ ഭരിച്ചിരുന്നില്ലേ? അപ്പോഴും ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളാണ് വെളിച്ചത്തിലോട്ട് ഇവരെ കൊണ്ടുവന്നത്. അപ്പൊ അവർക്കിട്ടില്ലാത്ത 10 വർഷം ഞങ്ങൾ നിങ്ങൾക്ക് തന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അതായത് ആ 10 വർഷം മുൻപ് ഇവിടെ ഇരുണ്ട കാലഘട്ടം. അവിടെ UDF മാത്രമല്ലല്ലോ 10 വർഷം മുൻപ് ഭരിച്ചത്. ഇവിടെ CPM ഭരിച്ചിരുന്നില്ലേ 10 വർഷം മുൻപ്? ഞങ്ങളോട് എന്തിനു നിങ്ങൾ ഈ കൊടുംചതി ചെയ്തു? ഞങ്ങൾ 10 വർഷം നിങ്ങൾക്ക് തന്നില്ലേ? മണിയാശൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കൊടുത്ത എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ച് നക്കിയിട്ട് ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തിയെന്ന്. അവർക്കിട്ടില്ലാത്ത 10 വർഷം ഞങ്ങൾ തന്നില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ തന്നില്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് വികസനം തന്നില്ലേ? ആ തുറമുഖം ഞങ്ങളെ യാഥാർത്ഥ്യമാക്കിയില്ലേ? എന്നിട്ട് നിങ്ങൾ കല്ലിട്ടതുകൊണ്ട് കാര്യമില്ല. അത് നടപ്പിലാക്കാൻ ആർജവമുള്ള സർക്കാർ വേണമായിരുന്നു. ഇത്ര ആർജവമുള്ള ഒരു സർക്കാർ ഇനി നിങ്ങൾക്ക് ജന്മത്തിൽ കിട്ടൂല. നോക്കിക്കോ, 5 വർഷം നിങ്ങൾ എങ്ങനെ ഭരിക്കണം ഞങ്ങൾക്ക് കാണണം. അതന്നെ, പ്രതിപക്ഷത്തിരുന്നവരും മറ്റേ വടിവാളും കുന്തവും കുറച്ചക്രം എടുക്കുമെന്നാണ് ഈ പറയുന്നത്. ഇത്രയും കാലം നിങ്ങൾ ഉറങ്ങിയ പ്രതിപക്ഷത്തിലേ കണ്ടത്. ഇനി അങ്ങോട്ട് നിങ്ങൾ ആർജവമുള്ള പ്രതിപക്ഷത്തിനെ കാണാൻ പോവാണ്. ഞങ്ങൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കില്ല. വടിവാളെടുക്കും. അതെ, നിങ്ങൾ 5 വർഷം സമാധാനം ഭരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് സുഹൃത്തുക്കളെ. വേറൊന്നുമല്ല, ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഇതാണ്. ഇന്ന് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് 14 വർഷം തികയുകയാണ്. ഈ 14 വർഷം, ഈ 14-ാം, അതായത് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ തന്നെ പിണറായി ധർമ്മടത്ത് മുക്ര ഇടുന്നതാണ് നമ്മൾ കണ്ടത്. വെള്ളം കുടിക്കുന്നുണ്ട് നന്നായിട്ട്. തീ കുറുത്ത സൂര്യൻ വെയിലത്ത് പാടില്ല, കയറി വരും. എക്സിറ്റ് പോളിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞവരാണ് ഇന്നിപ്പോൾ എക്സിറ്റ് പോൾ കണ്ടിട്ട് നിന്ന് വിറച്ചത്. കോൺഗ്രസ് BJP കൂടി കൂട്ടുകച്ചവടം. എന്റെ മാനവനെ വോട്ട് തന്നത് BJP അവർക്കാണ് മാനവരെ വോട്ട് കൊടുത്തത്. ഇപ്പൊ കണ്ടില്ലേ ഞങ്ങൾ വല്ല കച്ചവടം നടത്തിയോ? ഇനി വരാൻ പോകുന്ന ക്യാപ്സൂളുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, BJP UDF-ന് വോട്ട് ചെയ്തു, മറ്റേ ജമാഅത്തെ UDF-ന് വോട്ട് ചെയ്തു, SDPI UDF-ന് വോട്ട് ചെയ്തു. അതായത് വർഗീയ ശക്തികളുടെ എല്ലാം വോട്ടും കൊണ്ടാണ് UDF ജയിച്ചത് എന്നിവർ പറയും. എനിക്ക് കേട്ടോണ്ടിരിക്കാൻ സഹിക്കുന്നില്ല. എനിക്ക് എങ്ങനെ തുള്ളാതിരിക്കും ഞാൻ? 10 വർഷത്തെ ഇവരുടെ ഭരണത്തിന്റെ ഗുണം കൊണ്ടാണ് അടുത്ത 5 വർഷത്തേക്ക് UDF-ന് അധികാരം കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടെ LDF അല്ലാതെ മറ്റാരുണ്ടടാ എന്നുള്ള ചോദ്യത്തിന് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇവിടെ UDF ഉണ്ടടാ എന്ന്. അതെ, ഈ 5 വർഷം കഴിഞ്ഞ ഒരു 5 വർഷം വരുമല്ലോ, അപ്പൊ കാണാം കേട്ടോ. അടുത്ത പള്ളിപ്പെരുന്നാളിന് കാണാം. ഒരു താഴ്ച ഉണ്ടെങ്കിലേ ഒരു ഉയർച്ചയും കൂടി ഉണ്ട്, കാണാം. ഈ 5 വർഷം നിങ്ങൾ എങ്ങനെ ഭരിക്കണമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. അത് തന്നെ, ഞങ്ങൾ വടിവാൾ എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾക്കറിയാം ശക്തമായ പ്രതിപക്ഷത്തെ ഈ കേരളം ഇനി കാണാൻ പോകും. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് അറിയാമോ? പിണറായി വിജയൻ അല്ലാതെ ഇവർക്ക് വേറെ ആരുമില്ല. ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കാതിരിക്കുന്ന കാര്യങ്ങൾ ഇടപെടേണ്ട. ഞങ്ങൾ തീരുമാനിച്ചോളാം ആര് പ്രതിപക്ഷ. രാഷ്ട്രീയത്തിൽ ഇരിക്കുമ്പോ ഒരു പിൻഗാമിയെ ഇതുവരെ എന്തുകൊണ്ട് നിങ്ങളുടെ പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നില്ല? ഒക്കെ ഉണ്ട്. നിങ്ങൾ പിണറായി വിജയനാ. ആദ്യം ഇവര് മുഖ്യമന്ത്രി പിണറായിക്ക് ശേഷം CPM-ൽ പ്രളയം. ആദ്യം ഇവര് മുഖ്യമന്ത്രി കസേരയിൽ ഒരാളെ ഇരുത്തിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം. കാണിക്കാടോ? കാണുമല്ലോ. ഒലക്കര മൂട്